ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എൻ്റെ ഈ ചാനലിൽ എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് വാലന്റൈൻ സ്പെഷ്യൽ ലവ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ കറണ്ട് ലവ് സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. കറണ്ട് ലവ് സിറ്റുവേഷൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ടാണ് 8 ഓഫ് സോഡ്സ്. ഇതൊരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾ കുറേ ഒരു സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യണത് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ ആക്ച്വലി ട്രാപ്ഡ് ആയിന്ന്, ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലമിലാണ് നിങ്ങൾ ഈ സമയത്ത്. അങ്ങനെയാണ് നിങ്ങളുടെ ഇന്റേണൽ ഫീലിംഗ്. അത് അങ്ങനെ ആവണം എന്നില്ല, റിയാലിറ്റി മേ ബി വേറെ എന്തെങ്കിലും ആയിരിക്കാം. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്ലെസ്നെസ് ആണ് ഇപ്പോൾ ഫീൽ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാപ്രിക്കോൺ, ഫ്യൂച്ചർ എനർജിയിൽ സ്റ്റാർ. അപ്പോൾ ഇതൊരു വെരി ബ്യൂട്ടിഫുൾ എനർജിയാണ്. എന്നുവെച്ചാൽ ഇത് എക്വേറിയസിൻ്റെ എനർജിയാണ്. അതുമാത്രമല്ല, ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിയും എനർജിയാണ്. ഇതൊരു ഹീലിംഗിൻ്റെയും എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്ര ട്രാപ്ഡ് ആയിട്ട് ഒരു ഹെൽപ്ലെസ് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ അത് ഡെഫിനറ്റ്ലി ചേഞ്ച് ആവാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. ആൻഡ് ഇത് കുറച്ചുകൂടി ഒരു ബെറ്റർ എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ വെച്ചാൽ അത് ഫുൾഫിൽ ആവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ ഈ 8 ഓഫ് സോഡ്സ് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണെന്ന്. ഈ 8 ഓഫ് സോഡ്സ് നിങ്ങൾ ഇത്ര ഹെൽപ്ലെസ് ആയിട്ട് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്യണത് ഈ സമയത്ത്? 8 ഓഫ് കപ്സ്, നിങ്ങൾ റീസെൻ്റ്ലി മേ ബി ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഇമോഷണലി ഡിറ്റാച്ച് ആയി. ഇല്ലാച്ച നിങ്ങൾ ഒരു പേഴ്സൻ്റെ കൂടെ ഹാപ്പി അല്ല, ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല. അങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്ത് നിന്ന് വാക്ക് അവേ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. പക്ഷെ മേ ബി അത് നിങ്ങൾക്ക് ആ ആക്ഷൻ എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഒരു ധൈര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ വാക്ക് അവേ ചെയ്യാനും പറ്റില്ല, ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ സ്ഥിതി ആയിരിക്കാം. അപ്പോൾ ഈ 8 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നിരിക്കണേ ഈ സിറ്റുവേഷൻ? ഈ ഇത്രയും 8 ഓഫ് കപ്സ് ആയിട്ട് എന്തിനാണ് കാണുന്നത്? 6 സ്വോർഡ്സ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തോ മൂവ് ഓൺ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ ഇഷ്യൂസിൻ്റെ കാരണമാണ് നിങ്ങൾ ആക്ച്വലി ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലാത്തത്. പക്ഷെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ വിട്ടിട്ട് ഒരു കാമ വാട്ടേഴ്സിൻ്റെ ഡയറക്ഷനിൽ പോകണം എന്നുണ്ട്. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി ടയേർഡാണ്. ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല. പക്ഷേ അതുണ്ടായാലും നിങ്ങളൊരു സ്റ്റാഗ്നൻറ്റ് ഫീലിംഗ് ആണ് നിങ്ങളുടെ മനസ്സിൽ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ശരിയായിട്ടാണോ ഡിസിഷൻ എടുക്കണതെന്ന്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി. ഓർ മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ആയിരിക്കാം. ഈ പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ആയിട്ട് കാണുന്നത്. ഇതൊരു ടോറസ് അല്ല, ഏതെങ്കിലും സൈൻ ആവാം. പക്ഷെ ഈ പേഴ്സൺ കുറേ ഒരു വർക്കഹോളിക് ആയിരിക്കാം ഈ പേഴ്സൺ. മേ ബി അവർ നിങ്ങളുടെ ലൈഫിൽ അത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല. അവർ വർക്ക് ഫോക്കസ്ഡ് ആണ്, മണി ഫോക്കസ്ഡ് ആണ്. അവരുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ ജോലിയും അവരുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ അതിലാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആക്ച്വലി ഹാപ്പി അല്ലാത്തത്. അപ്പോൾ ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് ചാലഞ്ച്? 8 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ട്രാവൽഡും എനർജി ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അതും ഒരു ചാലഞ്ച് ആയിരിക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ 8 ഓഫ് വാൻഡ്സും സ്ട്രെങ്ത്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കുറേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇത്രയും നിങ്ങൾ നടത്തി കൊണ്ടുവന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കാരണമാണ്. നിങ്ങൾ രണ്ടാളുടെയും ആ സ്ട്രെങ്ത് ആൻഡ് പേഷ്യൻസ് കാരണമാണ് ഇത് ഇത്രയും വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടാളും. ആൻഡ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് പുറത്തു വരേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ വാക്ക് അവേ ചെയ്യാൻ ഒരു തോട്ട് അങ്ങനെ വന്നിരിക്കണേ. അപ്പോൾ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് കാപ്രിക്കോൺ? ഈ റിലേഷൻഷിപ്പിൽ അഡ്വൈസ് നിങ്ങൾക്കാണ് നൈറ്റ് ഓഫ് സോൾസ്.
അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളോട് വേഗം ആക്ട് ചെയ്യാനാണ് അഡ്വൈസ് തരുന്നത്. നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ട് വെച്ചാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുക. അതല്ല വെച്ചാൽ വേഗം ആക്ട് ചെയ്യുക. ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഈ എൻഡിങ് ഡിലേ ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാണ്ട് ഒരു സിറ്റുവേഷനിൽ സ്റ്റാഗ്നൻ്റ് ആണ് ആയിരിക്കണേ. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് അത് ഈ സിറ്റുവേഷന് കംപ്ലീറ്റ് ചെയ്യുക, ഈ സൈക്കിളിനെ ക്ലോസ് ഔട്ട് ചെയ്യുക. എന്നുവെച്ചാൽ ഓൾറെഡി ഇവിടെ ഒരു എൻഡിങ് കാണാണ്ട്. അതല്ല വെച്ചാൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുക, ഇവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഫീൽ ചെയ്യണത്, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് എന്താണ്? എംപറർ, ഏരീസ് എനർജി. അപ്പോൾ ഇതൊരു അവർ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് കുറേ സീരിയസ് ആണ്, പക്ഷേ ഈ പേഴ്സൺ കുറേ സ്റ്റബേണും ആവാൻ വഴിയുണ്ട്. 6 of Wands, ഈ പേഴ്സൺ നിങ്ങളെ കുറേ അഡ്മയർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർക്കറിയാം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സസ് ഉണ്ടെന്ന്. അവർ നിങ്ങളെ കുറേ ഒരു പോപ്പുലർ ആയിട്ട് പേഴ്സൺ ആണ് കാണുന്നത്. കിങ് ഓഫ് കപ്സ് ഒരു വേറെ പേഴ്സണും ഇവിടെ ഞാൻ കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ഒരു സ്കോർപ്പിയോ എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട്, വേറെ ഒരു പേഴ്സൺ ഉണ്ട്, അങ്ങനെയും അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതും ഞാൻ ഇവിടെ ഒരു ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ സ്റ്റാർ എനർജി ഇവിടെ ഫ്യൂച്ചറിൽ എന്തുകൊണ്ടാണ് കാണുന്നത്? 3 of Wands. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പോസിറ്റീവായിട്ട് ആണ് തിങ്ക് ചെയ്യാൻ പറയണത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തോ ഒരു നിങ്ങൾ വിഷ് ചെയ്ത കാര്യം ഫുൾഫിൽ ആവുന്നുണ്ട്. നിങ്ങൾ റീകൺസിലിയേഷൻ ആയിരുന്നു വിഷ് ചെയ്യുന്നുണ്ടായെന്ന് വെച്ചാൽ അത് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. അതല്ല വെച്ചാൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ആണ് നിങ്ങൾ വിഷ് ചെയ്യുന്നുണ്ടായെന്ന് വെച്ചാൽ ഈ പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി കിട്ടും. ആ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും ഈ സിറ്റുവേഷനിൽ. ഇതിപ്പോൾ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഈ സിറ്റുവേഷനിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാവും ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ. ഈ ബ്രേക്ക് ത്രൂ എന്താണ് ഉണ്ടാവുക? കിങ് ഓഫ് സോർഡ്സ്. അപ്പോൾ ആരോ നിങ്ങളെ ഒരു പ്രാക്ടിക്കലായിട്ട് അഡ്വൈസ് തരാൻ വരേണ്ട ഈ സിറ്റുവേഷനിൽ. മേ ബി ഇതൊരു കൗൺസിലർ ആയിരിക്കാം, ഒരു ലോയർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആവാം. അവർ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അഡ്വൈസ് ഇവിടെ തരുന്നുണ്ട്. ആ അഡ്വൈസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകണത്. ആൻഡ് ആ എനർജി കാരണം നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഇവിടെ ഫുൾഫിൽ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്കം എന്താണ്? ഔട്ട്കം ഈ സിറ്റുവേഷനിൽ 9 of Cups. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ ആക്ച്വലി കുറേ പോസിറ്റീവ് ആയിട്ടാണ് പറയണത്. നിങ്ങളുടെ ലൈഫിലൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് അതാണ് ഒരു ഔട്ട്കം. അപ്പോൾ ഔട്ട്കം കുറേ പോസിറ്റീവാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർ വാക്ക് അവേ ആണ് ചെയ്യണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ഉണ്ട് ഇവിടെ. അതല്ല നിങ്ങൾക്കൊരു റീകൺസിലിയേഷൻ ആണ് വേണമെന്ന് വെച്ചാൽ അതും ഞാനിവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താ വിഷ് വെച്ചാൽ അതാണ് ഫുൾഫിൽ ആവുന്നത് ഇവിടെ. അപ്പോൾ കാപ്രിക്കോൺ കുറേ പോസിറ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻസിൽ ഐ ക്ലെയിം എഴുതുക. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ച വെബ്സൈറ്റിൻ്റെ ത്രൂ മെസ്സേജ് ചെയ്യുക. ഈ സമയത്ത് ഒരു സ്പെഷ്യൽ വാലന്റൈൻസ് ഡിസ്കൗണ്ട് ഓഫർ നടക്കുന്നുണ്ട്. ഇത് ഫെബ്രുവരി എൻഡ് വരെ, 29th of February വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഡിസ്കൗണ്ടിനെ യൂസ് ചെയ്യുക, വേഗം ബുക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.